തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ ബി.ജെ.പി. കർമ്മ പദ്ധതിക്ക് അന്തിമ രൂപമാകുന്നു. വൈകാതെ പ്രചാരണം ആരംഭിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം ജില്ലാ ഘടകത്തിന് നിർദ്ദേശം നൽകി. ഇൻഡോർ മാതൃകയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾപ്പെടെ നടപ്പാക്കുമെന്ന നിലയിലാണ് പ്രചാരണം നടത്തുക. വി വിനോദ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദ്, അമിത്ഷാ കൂടി എത്തിയതിനു ശേഷം ഈ തന്ത്രങ്ങൾ മെനയുന്നത് കൂടുതൽ തിടുക്കത്തിലാക്കിയിട്ടുണ്ട്. വളരെ മുന്നേ കാലേ കൂട്ടി തന്നെയുള്ള പ്രചാരണത്തിലേക്കൊക്കെ കടക്കാനുള്ള നീക്കമാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രാമുഖ്യത്തോടുകൂടി കാണുന്നത്. അതിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് എത്തുമ്പോൾ ഇവിടെ സ്വാധീനം ബി.ജെ.പിക്ക് ആദ്യമേ ഉണ്ട്, ഇപ്പോൾ തന്നെ ഉണ്ട്. മുഖ്യ പ്രതിപക്ഷമായി ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ നഗരസഭയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ അവർ പ്രചാരണം ഏത് തലത്തിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക? ആര്യ, തിരുവനന്തപുരവും തൃശ്ശൂരും ഈ രണ്ട് സ്ഥലങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പി. വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മുഴുവൻ 21,000-ഓളം തദ്ദേശ വാർഡുകളിൽ മത്സരിക്കുമെന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നിർദ്ദേശമായി നൽകിയത്. ഒന്ന്, വിഭാഗീയ പ്രവർത്തനം പാടില്ല. മറ്റൊന്ന്, കേരളത്തിൽ 2026 അധികാരത്തിലെത്തുക, അതിന് മുന്നോടിയായി പാർട്ടിയുടെ പരിപൂർണമായ ശക്തി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുക എന്ന ഒരു നിർദ്ദേശം. 2026 അധികാരത്തിലെത്തുക എന്നതൊരു വിദൂര സ്വപ്നമാണെങ്കിൽ പോലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് ബി.ജെ.പി. കരുതുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ 100 വാർഡുകളാണുള്ളത്. ഇത് 101 വാർഡുകളായി ഉയരുകയാണ്. ഇപ്പോൾ 34 വാർഡുകളാണ് ബി.ജെ.പിയുടെ കൈവശമുള്ളത്. നേരത്തെ 35 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം നഷ്ടപ്പെടുകയായിരുന്നു. ഏതാണ്ട് 17 സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ചാൽ അധികാരത്തിൽ എത്താനുള്ള കേവല ഭൂരിപക്ഷത്തിലേക്ക് NDA മുന്നണി മാറും. അങ്ങനെ ഒരു പ്രചരണ പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത്. സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച് ഇതിനകം തന്നെ ജില്ലാ ഘടകത്തിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പ്രചരണ പ്രവർത്തനങ്ങൾ വൈകരുത് എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഓരോ വാർഡിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 10 മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള തുക ചെലവഴിച്ചുള്ള ഒരുപക്ഷെ പ്രചരണ പ്രവർത്തനങ്ങൾ പോലും ഉണ്ടായേക്കാമെന്ന സൂചന ഇതിനകം തന്നെ ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു. വലിയ തോതിലുള്ള പ്രചരണത്തിലേക്കാണ് പോകുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരം ശക്തമാക്കുന്ന ഒരു ആലോചന. അടുത്ത ദിവസം നാളെ തിരുവനന്തപുരം നഗരസഭയിൽ ഈ ബന്ധുനിയമനം അല്ലെങ്കിൽ ഈ അടുപ്പക്കാർക്ക് നിയമനം നൽകുന്നു എന്നത് ആരോപിച്ചുള്ള ഒരു സമരത്തിലേക്ക് ബി.ജെ.പി. പോവുകയാണ്. ദ്വിമുഖ പ്രവർത്തനം, അതായത് സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾ, അതോടൊപ്പം തന്നെ വികസനം ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, ബൃഹത് പദ്ധതികൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ ബി.ജെ.പിക്ക് കഴിയും എന്ന ഉറപ്പ് ജനങ്ങൾക്ക് നൽകുക. പ്രത്യേകിച്ച് ഇൻഡോർ മാതൃകയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരിക്കും പ്രചരണ രംഗത്ത് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി വന്നെങ്കിലും അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം കൊണ്ടുവരാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല. തനത് പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയും. ബാംഗ്ലൂരും ഹൈദരാബാദും തിരുവനന്തപുരത്തുമൊക്കെ ഏതാണ്ട് ഒരേ സമയത്താണ് IT പദ്ധതികൾ ആരംഭിക്കുന്നത്. പക്ഷേ ആ നഗരങ്ങൾ വലിയ തോതിൽ കുതിക്കുമ്പോൾ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഒരു സാഹചര്യമാണ്. മാത്രവുമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നതിന് തിരുവനന്തപുരം നഗരസഭ വൈമുഖ്യം കാണിക്കുന്നു. 45 വർഷമായി ഇടതു ഭരണത്തിലുള്ള നഗരസഭയാണ്. കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിനോട് മുഖം തിരിക്കുന്ന ഒരു നടപടിയുണ്ട്. ബി.ജെ.പി. അധികാരത്തിലെത്തിയാൽ നഗരസഭ വഴി കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ നടപ്പാക്കും എന്ന ഒരു ഉറപ്പ് കൂടി നഗരവാസികൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തെരുവുനായ ശല്യം, മാലിന്യ സംസ്കരണം, ഈ കാട് വെട്ടിത്തെളിക്കൽ പോലുള്ള പദ്ധതികൾ, അങ്ങനെ ഏറ്റവും താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ പോലും അട്ടിമറിക്കപ്പെടുന്നു. ആളുകൾ പേ ബാധിച്ച് മരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ ഒഴിവാക്കുന്ന തലത്തിൽ വിപുലമായ ഒരു കർമ്മ പദ്ധതിയാണ് ഇപ്പോൾ ബി.ജെ.പി. തയ്യാറാക്കുന്നത്. തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആര്യ, വി വിനോദാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.